ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ഏത്തപ്പഴം പുഴുങ്ങിയത് കൊണ്ടുള്ള കുമ്പിളപ്പമാണ്. പ്രദേശങ്ങളിൽ ഇതിന് കുമ്പിളപ്പം എന്നും മറ്റു ചില പ്രദേശങ്ങളിൽ ഇതിന് ഇലയപ്പം എന്നും അറിയപ്പെടുന്നു. സാധാരണയായി ചക്കപ്പഴത്തിന്റെ കാമ്പാണ് കുമ്പിളപ്പം ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. പക്ഷേ ഏത്തപ്പഴം കൊണ്ടും വളരെ രുചികരമായി കുമ്പിളപ്പം അഥവാ ഇലയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ ഏത്തപ്പഴം 4 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് പുഴുങ്ങി തൊലി കളഞ്ഞ് ചൂടാറിയതാണ് ഇത് നമ്മൾ കൈകൊണ്ടൊന്ന് ഞരടി എടുക്കണം. അപ്പം ചുടുന്നതിനായിട്ട് നമ്മൾ ഏത്തപ്പഴത്തിന്റെ കൂടെ ചേർക്കാനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയതും ഒരു 1/4 ഉണ്ട ശർക്കര ചീകിയതും കൂടെ ഒന്നിച്ച് മിക്സ് ആക്കണതായത്. അതിലേക്ക് ഒരു ആവശ്യമെങ്കിൽ ഒരു പൊടിക്ക് ചെറിയ ജീരകവും ഒരു 2-3 ഏലക്കായും ചതച്ച് ചേർക്കാം. അത് സ്വാദിഷ്ടമുള്ളവർക്ക് അതിൻ്റെതായ രീതിയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഞരടി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും വെച്ചിരിക്കുന്ന ആ മിശ്രിതത്തിലേക്ക് ഈ പുഴുങ്ങിയ ഏത്തപ്പഴം ഞരടിയിൽ ചേർക്കുക, മിക്സ് ചെയ്തെടുക്കുക. കുറെ നേരം കുഴക്കണം. കുറച്ച് സമയം ഒന്ന് മിക്സ് ആകണം. കൈ കൊണ്ട് മിക്സ് ആക്കണം നല്ലത്. മിക്സി വെച്ച് കഴിഞ്ഞാൽ അത് പായസം പോലെ ആയിപ്പോകും. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയായി കിട്ടും. ഈ മിശ്രിതത്തിലേക്ക് 4 ഏത്തപ്പഴം പുഴുങ്ങിയതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതും തേങ്ങയും ശർക്കരയും മിക്സ് ആയി കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ അപ്പത്തിന്റെ പൊടി വേണം ഉപയോഗിക്കാൻ. വറുത്ത് വെച്ചിരിക്കുന്ന അപ്പത്തിന്റെ പൊടി, തരിങ്ങുണ്ടാകരുത്. അരിപ്പൊടിയല്ലേ? അരിപ്പൊടി. അപ്പൊ അതൊരു നമുക്കൊരു 1/2 ഗ്ലാസ് കഷ്ടി വേണ്ടി വരുള്ളൂ. അത് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അറിയാം അതിന്റെ പാകം. നമുക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ മിശ്രിതത്തിലേക്ക് 1/4 ഗ്ലാസ് വറുത്ത അപ്പത്തിന്റെ പൊടിയാണ് ഇപ്പൊ ഞാൻ ചേർത്തിരിക്കുന്നത്. അരിപ്പൊടി. അത് കൂടുതൽ അരിപ്പൊടി ആയി കഴിഞ്ഞാൽ പഴത്തിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ അരിപ്പൊടിയുടെ സ്വാദ് മുന്നിലേക്ക് നിൽക്കും. അപ്പൊ ഇതാണ് കറക്റ്റ് അളവ്. അത് പഴത്തിന്റെ വലുപ്പം അനുസരിച്ച് പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലുണ്ടാകും. ഇത് വറുത്ത അരിപ്പൊടിയാണ്. വറുത്ത അപ്പത്തിന്റെ അരിപ്പൊടി, തരിങ്ങില്ലാത്തത്. അപ്പത്തിന് തരിങ്ങില്ലാത്തത്. പുട്ടാവുമ്പോ തരിങ്ങുണ്ടാവും. അപ്പൊ ഇത് ചുട്ട് കഴിയുമ്പോ കടുകടുന്ന് കടിക്കും. ഇതാകുമ്പോ സോഫ്റ്റ് ആയിരിക്കും. പിന്നെ പൊടി കൂടി പോയാലും കൊള്ളൂല, ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോ 1/4 ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിന്. ഡബിൾ ഹോൾസിന്റെ അപ്പത്തിനൊക്കെ എടുക്കുന്ന ഫൈൻ ആയിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വീടുകളിലും ഉണ്ടാക്കാവുന്നതാണ്. 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയ പച്ചരി വെള്ളം വാർന്ന് നല്ല ഫൈനായി പൊടിച്ച് വറുത്തെടുത്തും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഇലയപ്പം ചുടുന്നതിന്റെ മുന്നോടിയായിട്ട് ഇടനേല പറിച്ച് അതില് ഇലയിൽ സ്വല്പം എണ്ണ തൂത്തു വെക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അപ്പം പുഴുങ്ങുമ്പോൾ എളുപ്പത്തിൽ വിട്ടുപോരുന്നതിനായിട്ട്. ഇടനേലയിലാണ് പഴയ കാലം മുതലേ നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കുന്നത്. ഒരു പ്രത്യേക സ്മെല്ലുള്ള ഇലയാണത്. അതിലൊരു ഔഷധ ഗുണവും ഉണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്.
നമ്മൾക്ക് ഇതിന്റെ മിശ്രിതം എല്ലാം റെഡിയായി. ഇനി നമ്മൾ ഈ ഇടനേലയുടെ കുമ്പിളിലേക്ക് ചുടുന്നതിന്റെ ഭാഗമായിട്ട് ഈ മിശ്രിതം നിറയ്ക്കുക. മോള് വരെ നിറയ്ക്കാവോ? മോള് വരെ വേണ്ട. കറക്റ്റ് അതാ നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഒലിച്ചൊക്കെ പോന്നു കഴിഞ്ഞാൽ വൃത്തികേടാവും. നമ്മള് ഈ അപ്പം ചുടുന്നതിനായി അപ്പച്ചമ്പിൽ വെച്ചിരിക്കുന്ന വെള്ളം നന്നായിട്ട് ആവി വന്നു തുടങ്ങി. ഇനി അതിലേക്ക് ഇത് ഇറക്കി വെക്കുവാണ്. ഫുൾ ഫ്ലെയിമാണ്. ഫുൾ ഫ്ലെയിമില് ഒരു 15 മിനിറ്റ് മതിയാവും. ഇടയ്ക്ക് എടുത്തു നോക്കി അറിയാൻ പറ്റും. വേവ് പുഴുങ്ങിയ പഴമായതുകൊണ്ട് വേവ് ഒരുപാട് ഉണ്ടാകണമെന്നില്ല. ഒരു 15 മിനിറ്റ് ധാരാളം മതിയാവും. ഇല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്ക് ഇത് തുറന്നൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ഏത്തപ്പഴം ഉപയോഗിച്ചുള്ള കുമ്പിളപ്പം നല്ല റെഡി ആയിരിക്കുന്നു. നല്ല സ്മെല്ല് വരണില്ലേ? നല്ല മനോഹരമായ സ്മെല്ല. സൂപ്പർ സൂപ്പർ. നമുക്ക് അപ്പച്ചെമ്പിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുത്ത് വെക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടോടുകൂടി ഇതിലിരുന്ന് കഴിഞ്ഞാൽ അപ്പം കല്ലച്ചു പോകും. അപ്പൊ തണുക്കാനായിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കണം. ഇതിന്റെ വേവ് കണ്ടോ? നമ്മുടെ ഈ ഇല ശരിക്കും വാടി വരും, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായിട്ട്. അതാണ് വേവിന്റെ പാകം. കേട്ടോ? നല്ല സ്മെല്ലില്ലേ? പിന്നെ അടിപൊളി. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പലഹാരമാണ്. 4 മണി പലഹാരം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇലയപ്പം ഉണ്ടാക്കി നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. മൊമ്മ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. മൊമ്മ ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ. ബൈ ഫോർ നൗ. ടാറ്റാ. കുക്കറിൽ വെള്ളം ഒഴിച്ച് തട്ട് വെച്ച് നല്ലോണം മൂത്ത് പഴുത്ത നാടൻ ഏത്തപ്പഴം ഇതുപോലെ നിരത്തി വെക്കുക. ഗ്യാസ് ഓൺ ചെയ്ത് എയർ വന്നു കഴിയുമ്പോൾ വെയിറ്റ് ഇട്ട് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് കുക്കർ തണുത്തതിന് ശേഷം മാത്രം വെയിറ്റ് മാറ്റി മൂടി തുറക്കുക. ചിലർ വെയിറ്റ് ഇടാതെയും വേവിക്കാറുണ്ട്. പക്ഷെ വെയിറ്റ് ഇട്ട് വേവിച്ചാൽ പെട്ടെന്ന് വേവാകും. നല്ല വെന്ത പാകമായി പഴം. നല്ല സ്മെല്ല്. നാടൻ പഴല്ലേ? നല്ലോണം പഴുത്ത കറുത്ത പുള്ളി വീണ നാടൻ ഏത്തപ്പഴമാണ് നമ്മൾ ഇലയപ്പത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. പഴുത്ത നാടൻ ഏത്തപ്പഴം ആയതുകൊണ്ട് പുഴുങ്ങി കഴിയുമ്പോഴും നല്ല സോഫ്റ്റ്നെസ്സും ഒപ്പം തേനൂറുന്ന മധുരവും ഉണ്ടാവും. ഏത്തപ്പഴം പുഴുങ്ങാൻ വെച്ചപ്പോൾ 5 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. പുഴുങ്ങിയ ഉടനെ തന്നെ ഞാൻ ഒരെണ്ണെടുത്ത് കഴിച്ചു. വീണ്ടും അടുത്തതിലേക്ക് കൈ പോയതാ. വേഗം തന്നെ മൊമ്മ ഒറ്റപ്പെടുത്തം കയ്യില്. ഇനി നമുക്ക് ഇത് തുറന്നൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല റെഡി ആയിരിക്കുന്നു ഇലയപ്പം കൊണ്ടുള്ള പറഞ്ഞു ഞാൻ കട്ട് ചെയ്താ. ഏത്തപ്പഴം കൊണ്ടുള്ള നമ്മുടെ ഏത്തപ്പഴം ഉപയോഗിച്ചുള്ള കുമ്പിളപ്പം നല്ല റെഡി ആയിരിക്കുന്നു. നല്ല സ്മെല്ല് വരണില്ലേ? നല്ല മനോഹരമായ സ്മെല്ല. സൂപ്പർ സൂപ്പർ.